ഞങ്ങൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടില്ലല്ലോ, യു ഡി എഫിനല്ലേ എതിർക്കുന്നത്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടല്ല എതിർക്കുക, ഞങ്ങൾ യു ഡി എഫിനെയാണ് എതിർക്കുന്നത്. രാഷ്ട്രീയ നിലപാടാണ്, അല്ലാണ്ട് വ്യക്തിപരമായ നിലപാടൊന്നുമല്ല. യു ഡി എഫും ബി ജെ പിയും ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ പറയുന്നത് കൃത്യമായ ആശയപരമായ വ്യക്തിയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എല്ലാം എതിർക്കുന്നത്. അതിൽ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഒരു വിസ്മയമുണ്ട്. അത് പണ്ട് ബോംബ് വലിയ ബോംബ് പൊട്ടുന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള വിസ്മയം മാത്രമേ ഉള്ളൂ. വിസ്മയിലെ ഒന്നാമത്തെ ദിവസം തന്നെ പൊട്ടിയും. അതുകൊണ്ട് വിസ്മയമൊന്നുമില്ല. കളവ് ഇപ്പൊ ഒരേ ഒരു വിസ്മയം കളവാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കളവ് പറയാൻ തുടങ്ങി. 9 കളവാണ് ഈ ഒറ്റ പ്രശ്നത്തിന്റെ മേലെ പറഞ്ഞത്. അതാണ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഓ അത് ശരി. അത് പിന്നെ വേറെ ഞാനൊന്നും പറയുന്നില്ല. രാഷ്ട്രീയമല്ല പോലും. പിന്നെ രാഷ്ട്രീയമാണ്. ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതും ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മനസ്സിലായില്ല യൂത്ത് കോൺഗ്രസിന്. അതും അല്ല, യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗിന് അതൊന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതും രാഷ്ട്രീയമാണ്, ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതും രാഷ്ട്രീയമാണ്.